എൻ്റെ കൈക്കുള്ള പാസ്പോർട്ട് കാണുമ്പോൾ നിങ്ങൾ കരുതും ഞാൻ നാട്ടിൽ പോകാൻ നിൽക്കണമെന്ന്. ഞാൻ നാട്ടിൽ പോകില്ലട്ടെ. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് ഉംറയ്ക്ക് പോയിന്ന്. അല്ലായിരുന്നു സൗദിക്ക് ഉംറയ്ക്ക് പോയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. ആദ്യം വിസ അടിച്ചതിന് ശേഷം ഇത് പാസ്പോർട്ട് കിട്ടിക്കുന്നത് 1.5 ദിവസം ഇത് ബസ് യാത്ര ഉണ്ട്. അല്ലായിരുന്നു സൗദിക്കുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉംറയ്ക്ക് പോണ യാത്രയിൽ ഏകദേശം 10-30 ആൾക്കാരോളം നമ്മളൊപ്പം വരുന്നുണ്ട് കേട്ടോ. യാത്രയിലെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ജമ്മുവും കസറും ആക്കണതാണ് ഏറ്റവും നല്ലത്. എല്ലായിടത്തും പള്ളിയും കാര്യങ്ങളും നമുക്ക് കിട്ടിക്കോളണം എന്നില്ല. ലൂറും അസറും നിസ്കരിച്ചതിന് ശേഷം നേരെ എന്ത് ചെയ്ത് നമ്മൾ ഫസ്റ്റ് ബോർഡർ കണ്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ ചെറിയൊരു ചെക്കിംഗ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ബോർഡറിൽ അത്യാവശ്യം നല്ല സമയം എന്ത് ചെയ്ത് മണിക്കൂറോളം നമ്മൾ അവിടെ നിന്ന്. ഇവിടുത്തെ ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്. അൽഹംദുലില്ലാ നമ്മളെ കാര്യങ്ങളെല്ലാം റെഡി ആയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ അവിടെ മഗ്‌രിബും ഇശാഉം നിസ്കരിച്ച പാട് എല്ലാവരും കൂടി എന്ത് ചെയ്ത് ഹോട്ടൽ കണ്ട് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് യാത്ര വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബസ് പെട്ടെന്നുണ്ട് നിന്ന്. എന്താ സംഭവിച്ചിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ബസ്സിൻ്റെ ഇഞ്ചിന് കത്തി പിടിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് ബസ് മൊത്തത്തിൽ കത്തി പിടിച്ചില്ല. പഠിച്ചോനെ നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞ യാത്ര എന്ന് പറഞ്ഞ സംഭവം അതാവാണെന്ന് മരുഭൂമിയിൽ പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്.